ഇപ്പോൾ ഇന്നലെ ഈ മർദ്ദനം സംഭവിച്ച ശേഷം ഈ പ്രതി അപ്പോൾ തന്നെ പോലീസിന് പിടിയിടാൻ കഴിയുമായിരുന്നു. ആ സമയത്ത് ബാർ അസോസിയേഷൻ സെക്രട്ടറി ഉൾപ്പെടെ പോലീസിന് തടഞ്ഞു വെച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു. അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ആൾ വന്നിട്ട് സാറ് പോയാൽ മതി. ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു, ഹസ്ബൻഡ് വന്നു. അപ്പോഴേക്കും ഇവർ റേസായി, ഇവർ ഫയറായി, എന്താ ഇത് ചെയ്തേക്കുന്നപ്പോൾ. അപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു, ബാർ അസോസിയേഷനിൽ നിന്ന് സെക്രട്ടറി ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് ആ സമയത്ത് ഈ അഭിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു, ശ്യാമിനെ മർദ്ദിച്ച അഭിഭാഷകൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ആ സമയത്ത് പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു, പോലീസ് പുറത്തുണ്ടായിരുന്നു. പക്ഷെ അപ്പം അഭിഭാഷകൻ ഈ പറയുന്ന പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബാർ അസോസിയേഷൻ സ്വീകരിച്ചത്. ആ സമയത്ത് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് നമുക്ക് നിയമ നടപടി എടുക്കാം. വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാടിലായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കോടതിയിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത്, ഇപ്പോൾ വക്കീൽ ഓഫീസാണ്, അങ്ങനെ ഒരു ഇതില്ല. അവർ പാർട്ടിപരമായിട്ട് സാറ് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ്. ഈ പറഞ്ഞ പ്രസിഡന്റ് നമ്മുടെ സെക്രട്ടറിയുടെ കൂടെ ഇലക്ഷൻ ടൈമിലായാലും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്. മേ ബി അതിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ആയിരിക്കാം. അദ്ദേഹം ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അഡ്വക്കേറ്റ്സൊക്കെ എന്ത് വന്നാലും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ ഞാനും ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ കൂടുതൽ പക്ഷെ അതിനകത്ത് കയറി പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള നിലപാട് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ ആരോപണം പറഞ്ഞപ്പോഴും ബാർ അസോസിയേഷൻ പറയുന്നത് അത് ഒരു ആരോപണമാണ്, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ബാർ അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ ഉണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാർ, എനിക്കറിയത്തില്ല അവിടെ ആരൊക്കെ അഡ്വക്കേറ്റ്സ് ആയാലും മറ്റ് ഓഫീസിൽ വന്ന ക്ലയൻസ് ആയാലും എൻ്റെ വീട്ടിൽ നിന്നായാലും ഇവൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് അറിഞ്ഞു വന്നവരായാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞത്. ഇതിനകത്ത് കയറി ഒരു വക്കീലിനെ പോലീസിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വള്ളക്കടവ് സാറാണ് അത് പറഞ്ഞത്. അപ്പോൾ അത് പറ്റത്തില്ല. പിന്നെ അവരകത്ത് കയറി ക്യാബിനിൽ കയറി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ വന്നു.